അധികാരത്തിന്റെ ദാഠ്യത്തിന് മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നു. ശ്വാസം നിലച്ചപ്പോ ആ പാവത്തിന് ശ്വാസം നിലച്ചപ്പോ അതോടൊപ്പം പൊലിഞ്ഞുപോയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്. നിയമത്തിന്റെ സംരക്ഷകരാകേണ്ടവർ തന്നെ ഭക്ഷകരായി മാറുമ്പോൾ കണ്ണ് നിറഞ്ഞ് നെഞ്ചുപൊട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മകളുടെ ഒരു ചോദ്യമുണ്ട്, ഒരു നിലവിളിയുണ്ട്. ആ നിലവിളി മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള ഓരോ മനുഷ്യന്റെയും മനസാക്ഷിയെ ചുട്ടുപൊള്ളിക്കുകയാണ്. ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേര് മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിനടുത്ത് എല്ലായിടത്തും പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്ത് കാര്യം പറയുന്നത്? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. നിയമപാലനവും ജനസംരക്ഷണവും ഒക്കെ ചുമതലയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള പോലീസ് സേനയുടെ ഭാഗത്ത് നിന്ന് ചില ക്രൂരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവും സമൂഹത്തില്. അത് സമൂഹ മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമാണ്. കുണ്ടറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം, ഒരു കുട്ടിയെ കാണാതായ ഒരു കേസ്. ആ കേസിന്റെ അന്വേഷിക്കണം, കുട്ടിയെ കണ്ടെത്തണം, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് തീരുമാനമാക്കണം, കാര്യമൊക്കെ ശരി. പക്ഷെ അതിനുവേണ്ടി മറ്റുള്ളവരെ ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷെ അവരെ തല്ലിക്കൊല്ലാൻ ആരാണ് ഈ ഗുണ്ടകൾക്ക് അധികാരം കൊടുത്തത്? ഈ കേസിന്റെ കുട്ടികളെ കാണാതായി എന്ന കേസിന്റെ അന്വേഷണത്തില് സിയാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവാവ് വീട്ടിൽ കിടന്നുറങ്ങാണ്. നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു യുവാവിനെ, ഒരു സുഖമില്ലാത്ത ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ജീപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. കൊണ്ടുപോകുമ്പോ ആ മോള് കുട്ടി പറഞ്ഞതാണ്, അതുപോലെ സിയാദ് പറഞ്ഞതാ. ആ വീട്ടിലുള്ളവർ കുരുന്നുകളൊക്കെ കാല് പിടിച്ചു പറഞ്ഞതാണ്, എന്റെ പപ്പ പാവാണ്, സുഖമില്ലാത്തതാണ്, ഉപദ്രവിക്കരുത് എന്ന്. പക്ഷേ മനസാക്ഷിയില്ലാത്ത ആ കാപാലികർക്ക് അതൊന്നും കേൾക്കാൻ ഒഴിവുണ്ടായിരുന്നില്ല. അവർ ജീപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ ബാക്കി പിന്നെ ഹോസ്പിറ്റലിലായി. ഇപ്പോ ജീവൻ പൊലിഞ്ഞ ഒരു വാർത്തയും പുറത്തു വരുന്നു. കേസ് വലുതായി വരുന്നു. ഇനി ഒരു പക്ഷെ സസ്പെൻഷൻ കൊടുത്തു കണ്ട് മറ്റാരും തല്ലാതിരിക്കാൻ വേണ്ടി വീട്ടിലിരുത്തിക്കൊണ്ട് സംരക്ഷിക്കുമായിരിക്കും. കുറെ കഴിയുമ്പോൾ ഈ ഒരു കൊലപാതകത്തിന് ഒരു പ്രൊമോഷനും കൂടെ കൊടുത്ത് വീണ്ടും പുനഃസ്ഥാപിക്കുമായിരിക്കും. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, മോള്, അവളൊരു നിലവിളിയുണ്ട്. ആ പോലീസുകാരനെ, തന്റെ പപ്പയെ തല്ലിക്കൊന്ന പോലീസുകാരനെ വിളിച്ച് സംസാരിക്കുന്ന നിലവിളി, നമ്മൾ കേട്ട ആ നിലവിളിക്ക് ആരുത്തരം പറയും? ആ പോലീസുകാരൻ അവന്റെ വീട്ടിലും ഉണ്ടാവൂലേ ഇതുപോലെ കുട്ടികളും അവന്റെ പെണ്ണുങ്ങളും അവന്റെ അമ്മയും അപ്പനും ഒക്കെ? അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്? ഇതുപോലുള്ള ക്രൂരന്മാർ, ഗുണ്ടകൾ, ഇവരെ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ശരിയല്ല. മനുഷ്യന്മാരെയാണ് പോലീസ് സേനയിൽ എടുക്കേണ്ടത്. മനുഷ്യന്മാരുണ്ട് പോലീസ് സേനയിൽ. പക്ഷെ ഇപ്പോ ഒരു വിഭാഗം മുഴുവൻ ഗുണ്ടകളായി മാറിയിരിക്കുന്നു. അത് പിണറായി കാലത്തെ ഇനി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഗുണ്ടകളായാലും VD സതീശൻ കാലത്തെ ഇനി രക്ഷാപ്രവർത്തനം നടത്താത്ത ഗുണ്ടകളായാലും ഗുണ്ടകൾ തന്നെയാണ്. ഏതോ ഒരു മഹാകുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് പാതിരാത്രിയിൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട് വളഞ്ഞ് പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോയത്. ഉറങ്ങിക്കിടന്ന ഒരു പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, അർദ്ധരാത്രിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കൊണ്ട് പോകുമ്പോൾ ആ കുടുംബം അനുഭവിച്ചിട്ടുള്ള ഭയം, അമ്പരപ്പ്, അത് എത്രത്തോളം ആയിരിക്കും എന്ന് ചിന്തിക്ക്. മാന്യമായി വിവരങ്ങൾ ചോദിച്ചറിയാൻ മുതിരാതെ രാത്രിയുടെ മറവിൽ വന്ന് ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങളെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസിന് നരനാരായിട്ട് നടത്തുമ്പോ സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പോക്ക്? ഒരു കുറ്റവും ചെയ്യാത്ത രോഗിയായ ഒരു മനുഷ്യനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് ജീപ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുക. ആ മകളുടെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനെ കരളപ്പിടയില്ലേ? ശ്രീജിത്ത് എന്ന ഒരു പോലീസുകാരനോട് എന്റെ പപ്പ രോഗിയാണ് സാർ, നട്ടലിന് ഇടിച്ചില്ലേ, എന്റെ പപ്പ പോയി സാറേ എന്ന് കരഞ്ഞു പറയുന്ന ആ മകളുടെ ഫോൺ സംഭാഷണം അധികാരത്തിന്റെ ക്രൂരതയുടെയും ഒരു കുടുംബത്തിന്റെ അനാഥത്വവും വിളിച്ചു വന്നതാണ്. ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നിയമം കയ്യിലെടുക്കാൻ പോലീസുകാർക്ക് ആരാണ് അധികാരം നൽകിയത്? ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന ഘാതകരായി മാറുന്നത്
ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ വലിയ ഒരു നാണക്കേടാണ്, അപമാനമാണ്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഒരു മനുഷ്യന്റെ ജീവനാണ് ഇവിടെ അഹങ്കാരത്തിന്റെയും ക്രൂരതയും ഇരയായിട്ട് ഇല്ലാതായി പോയത്. പോലീസ് സേനയിലെ ഇത്തരം കറുത്ത ആടുകൾ, വരയാടുകൾ കാരണം നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ തകർന്ന് തരിപ്പണമാകാണ്. സംഭവത്തിൽ സിയാദിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിഷ്പക്ഷവും കർശനവുമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അർഹമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. ഒരു ഉദ്യോഗസ്ഥന്റെ പോലും അധികാര ദുർവിനിയോഗം കാരണം ഇനി ഒരു കുടുംബത്തിന് ഇതുപോലെ ഒരു അനാഥത്വം വരാൻ പാടില്ല. Different angles. Don't forget to subscribe and support this channel.